തമിഴ് ആരാധകരുടെ പ്രിയ നടനാണ് രജനീകാന്ത്. രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള തന്റെ തീരുമാനം മാറ്റിയതിന്റെ യഥാർത്ഥ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ താരം. ചെന്നൈയിൽ നടന്ന ഒരു പരിപാടിയിലാണ് രജനീകാന്ത് ഇക്കാര്യം തുറന്നു പറഞ്ഞത്. ഡോക്ടർ രാജൻ രവിചന്ദ്രന്റെ ഉപദേശത്തെ തുടർന്നാണ് താൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും ഇറങ്ങാനുള്ള തീരുമാനം പിൻവലിച്ചതെന്നാണ് രജനി പറയുന്നത്. എനിക്ക് ആദ്യം വൃക്ക അസുഖം കണ്ടെത്തിയപ്പോൾ എന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. എന്നാൽ അവിടുത്തെ പരിചരണം തൃപ്തികരമായിരുന്നില്ല. അക്കാലത്താണ് ഡോക്ടർ രാജനെ കാണുന്നത്. അന്ന് എന്റെ 60% വൃക്കയും തകരാറായിരുന്നു. അദ്ദേഹം കൃത്യമായ ആരോഗ്യ നിർദ്ദേശം എനിക്ക് നൽകി. ഞാനത് വളരെ കാലം നന്നായി പാലിച്ചു. എന്നാൽ ഒരു ഘട്ടത്തിൽ വൃക്ക മാറ്റിവെക്കൽ അനിവാര്യമായി. ഡോക്ടർ രാജൻ തന്നെയാണ് എന്നെ അമേരിക്കയിലെ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തത്. അദ്ദേഹം എന്നോടൊപ്പം അമേരിക്കയിലേക്കും വന്നു. അദ്ദേഹം എന്റെ അടുത്ത സുഹൃത്താണ്. രജനീകാന്ത് പറയുന്നു, ഞാൻ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച ഉടനാണ് ലോകം 2ാം കോവിഡ് തരംഗത്തിന് സാക്ഷിയാകുന്നത്. 2020 ഡിസംബറിലായിരുന്നു അത്. ഞാൻ എന്റെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മയോ ക്ലിനിക്കിൽ നടത്തിയ ശേഷം പ്രതിരോധ മരുന്നുകൾ കഴിക്കുന്ന കാലമായിരുന്നു അത്. എങ്കിലും രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും എനിക്ക് പിന്നോട്ട് പോകാൻ സാധിക്കില്ലായിരുന്നു. ഇത് സംബന്ധിച്ച് അന്ന് ഡോക്ടർ രാജനുമായി ചർച്ച നടത്തി. എന്റെ രാഷ്ട്രീയ പ്രവർത്തന തീരുമാനത്തോട് അദ്ദേഹം യോജിച്ചില്ല. എന്റെ തീരുമാനം മാറ്റുന്നില്ലെങ്കിൽ ചില നിബന്ധനകൾ അംഗീകരിച്ച രാഷ്ട്രീയത്തിൽ ഇറങ്ങാമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. എല്ലാ യോഗത്തിലും മാസ്ക് ധരിക്കണം, ജനങ്ങളിൽ നിന്നും 10 അടി മാറി നിൽക്കണം. എന്നാൽ ഇത് 2 വ്യവസ്ഥകളും അസാധ്യമായിരുന്നു. ജനങ്ങൾ എന്നെ മാസ്ക് ഇല്ലാതെ കാണാൻ ആവശ്യപ്പെട്ടു. ജനങ്ങൾ കൂട്ടത്തോടെ എത്തുന്ന വേദികളിൽ ദൂരം പാലിക്കാൻ സാധിക്കില്ല. എന്നാൽ ഞാൻ ഈ കാര്യത്തിൽ രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നില്ലെന്ന് പറഞ്ഞാൽ രജനീകാന്തിന് രാഷ്ട്രീയം പേടിയാണ് എന്നവർ പറയും. എന്റെ വില പോകും. ഇത്തരത്തിൽ ഞാൻ തീർത്തും ആശയക്കുഴപ്പത്തിലായിരുന്നു. എന്നാൽ ഡോക്ടർ രാജൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആരോഗ്യകാര്യം മാധ്യമങ്ങളോടും ആരാധകരോടും പറയാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. അങ്ങനെയാണ് ഞാൻ സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള ശ്രമം ഒഴിവാക്കിയത്, രജനി വിവരിച്ചു. അതേസമയം രജനീകാന്തിനോട് താൻ മുമ്പ് തന്നെ രാഷ്ട്രീയത്തിൽ വരുന്നത് ആരോഗ്യകരമല്ലെന്ന് ഉപദേശിച്ചിരുന്നതായി മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ചടങ്ങിൽ പറഞ്ഞു. എന്നാൽ താൻ എല്ലാവരെയും രാഷ്ട്രീയത്തിൽ ഇറക്കുന്നതിൽ നിന്നും നിരുത്സാഹപ്പെടുത്തില്ലെന്ന് വെങ്കയ്യ നായിഡു കൂട്ടിച്ചേർത്തു.